പീപ്സ്, സോ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി കാണും അല്ലേ? അതെ, ഞാൻ ഇന്ന് ആറ്റുകാലം ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ആറ്റുകാലം പോകാതിരിക്കുന്ന മോശമല്ലേ? പിന്നെ പൊങ്കാല സമയമായതുകൊണ്ട് തന്നെ പൊങ്കാലയുടെ അന്ന് നമുക്ക് ലീവില്ലാത്തതുകൊണ്ട് അന്ന് പൊങ്കാലയൊന്നും ഇടാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഈ ഞായറാഴ്ച തന്നെ അങ്ങോട്ടത്തേക്ക് പോയി. അപ്പം നമ്മൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു. കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ പുറത്തെ സ്റ്റേജിലൊക്കെ കുറേ ആൻറ്റിമാരിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ലൈറ്റ് ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി നാരങ്ങ വിളക്കിൻ്റെ അടുത്തേക്ക്. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും വാങ്ങി. ഞാൻ ഓർത്ത് കത്തിച്ചായിരിക്കും തരുന്നത്, പക്ഷെ നമ്മൾ തന്നെ കത്തിക്കണമായിരുന്നു. കത്തിച്ചിട്ട് അവിടെ പ്ലേസ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ ക്യൂ നിൽക്കണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കയറി എൻ്റെ ഒരു ബിഗ് ഫാനെ കണ്ടു. 2 പേരെ ഞാൻ കണ്ടു. ചുമ്മാതെ കേസ് കോമഡി പറഞ്ഞതാണ്, ഫ്രഷ് അല്ലേ. അത് കഴിഞ്ഞ് ക്യൂ ഒക്കെ നിന്ന് 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കേട്ടോ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. ഞാൻ 8 മണിയായി ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അരവണ പ്രസാദവും പിന്നെ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയത് പതിവാണല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് റോഡ് വരെ എത്തി ക്യൂ. ഞാൻ കയറിയപ്പോൾ നടപ്പന്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ റോഡും കഴിഞ്ഞ് ഗ്രൗണ്ടും ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ കുറേ നേരം അവിടുത്തെ കുട്ടി കുട്ടി കടകളിലൊക്കെ കയറി. കുറേ സ്റ്റേഷനറി ഐറ്റംസും ബുക്ക് സ്റ്റോൾസും പിന്നെ അതേപോലെ നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മാലയുടെ കടയിൽ ഏതെടുത്താലും 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ലാഭം തന്നെയാണ്, പക്ഷെ ഞാനിത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ അവിടെയൊക്കെ കുറേ നേരം കണ്ടു. 8:30 ആയപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഗ്രൗണ്ടൊക്കെ ഫുൾ ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ തിരിച്ചെത്തി. വരുന്ന വഴിക്ക് പൊങ്കാലയുടെ കലങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടിരുന്നു. പൊക്കട ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.